ഈ ദേവദൂതൻ അന്ന് ഇറങ്ങിയ സമയത്ത് അത്ര ഹിറ്റ് അല്ലായിരുന്നെങ്കിലും ലേറ്റ് ആയിട്ടൊരു അക്സെപ്റ്റൻസ് വന്നിട്ടുണ്ട്. ഈവൻ ഇപ്പോഴാണെങ്കിലും യങ്സ്റ്റേഴ്സ് ഒരുപാട് കാണുന്നുണ്ട്. അപ്പം ഈ ലേറ്റ് അക്സെപ്റ്റൻസിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് വലിയ സന്തോഷമൊന്നും തരുന്നില്ല. കാരണം ആ സിനിമയ്ക്ക് കിട്ടേണ്ട ഒരു ഞാനീ പറഞ്ഞ ഫ്ലോസൊക്കെ അതിനുണ്ടായിരുന്നെങ്കിൽ പോലും അതുവരെ മലയാള സിനിമയിൽ ഉണ്ടാകാത്ത ഒരു ഡിഫറെൻ്റ് അപ്രോച്ചുള്ളൊരു മൂവിയായിരുന്നു. ഈവൻ സ്റ്റോറിയുടെ കൺസെപ്റ്റ് ആണെങ്കിലും അതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും അതിൻ്റെ സൗണ്ട് ട്രാക്ക് ആണെങ്കിലും ഇതൊക്കെയും അതുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്തൊരു ക്വാളിറ്റിയിലുണ്ടായിരുന്നതാണ്. പലരും അന്നത്തെ കാലത്ത് തന്നെ ആ സിനിമ കണ്ടുവന്നത് ഒരു ഹോളിവുഡ് കൈൻഡ് ഓഫ് മേക്കിംഗ് ആണ്. അതിൻ്റെ സൗണ്ട് ചെയ്തിരുന്നത് എ റഹ്മാനൊക്കെ അന്ന് സൗണ്ട് ചെയ്തിരുന്നിട്ട് ഒരു അതിൻ്റെ പേര് പറഞ്ഞത് ശേഖറോ. അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് കയ്യിൽ ഇത്രയും നല്ലൊരു അദ്ദേഹം ചെയ്ത ഏറ്റവും ബെസ്റ്റ് വർക്കാന്നൊക്കെ അത് പറയുന്നതാണ്. അന്നത്തെ കാലത്ത് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി വെച്ചിട്ടാണത്. അപ്പോൾ അന്നത് ഭയങ്കര ഡിസാസ്റ്ററായിപ്പോയി. അത് പ്രൊഡ്യൂസറെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിച്ചു. അപ്പോൾ അത് എന്നെയും വല്ലാതെ എൻ്റെ ഏറ്റവും വലിയൊരു ഡിപ്രഷൻ ഉണ്ടാക്കിയൊരു സ്റ്റേജായിരുന്നത്. അത് ഇപ്പോൾ ആൾക്കാർ കണ്ടിട്ട് എൻജോയ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അന്നുണ്ടായ നഷ്ടങ്ങളും സെറ്റ് ബാക്സും ഒന്നും ഇല്ലാതായി തീരുന്നില്ല. പക്ഷേ എനിക്ക് ഒരുപക്ഷെ ഇപ്പോൾ അത് എൻജോയ് ചെയ്യുന്നത് അതിന് ശേഷം ഉണ്ടായ ആൾക്കാരാണ്. കാരണം ഒരു 2000-ലാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ 2024 ആകുന്നു. അപ്പോൾ ഒരു ടീനേജ് കുട്ടികൾ അല്ലെങ്കിൽ കോളേജിലേക്ക് 10-20 വയസ്സ് 25 താഴെയുള്ള കുട്ടികളായിരിക്കും ഇത് കാണുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. നല്ല കാര്യമാണ്. പക്ഷേ അതുകൊണ്ടൊന്നും നമുക്കുണ്ടായ ഒരു നഷ്ടങ്ങൾക്ക് പരിഹാരമാകുന്നില്ല. ഇപ്പോൾ അതിൻ്റെ ഒരു 4K വേർഷൻ ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ അത് റീ എഡിറ്റഡ് വേർഷനായിട്ട് ചെയ്യണമെന്ന് എനിക്കുണ്ട്. അതിന് വർക്ക് നടക്കുന്നുണ്ട് അവർ. അത് ഇല്ല, അത് പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു മൂവ്മെൻറ്റാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ ആ ഒറിജിനൽ വേർഷൻ ആയിരിക്കത്തില്ല, ഞാൻ അതിനകത്തൊരു എഡിറ്റിംഗ് ചെയ്യേണ്ടി വരും. അത് ചെയ്യാൻ പറയും. കുറച്ചുകൂടെ ഒരു എന്താണ് നമുക്കന്ന് ഇഷ്ടപ്പെടാത്ത കുറേ ഏരിയാസ് ഉണ്ട് അതിനകത്ത്. അതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് വേറെ രീതിയിൽ കുറച്ചും കൂടെ ഒരു കണ്ടൻറ്റ് കുറച്ചും കൂടി ഒന്ന് ഷാർപ്പൺ ചെയ്തിട്ടുള്ളൊരു പ്രോജക്റ്റായിരിക്കും. ഒരു